കോട്ടയം കുമരകത്താണ് അട്ടിമറി നടന്നിരിക്കുന്നത്. BJP UDF-നെ അവിടെ പിന്തുണച്ചു എന്നുള്ളതാണ്. നറുക്കെടുപ്പിൽ UDF സ്വതന്ത്ര അംഗം പ്രസിഡന്റായി മാറുകയും ചെയ്തു. LDF-ന് 8-ഉം UDF-ന് 5-ഉം BJP-ക്ക് 3 അംഗങ്ങളാണ് ഇവിടെയുള്ളത്. പതിറ്റാണ്ടുകളായി CPM-നായിരുന്നു ഇവിടെ പഞ്ചായത്ത് ഭരണം. മന്ത്രി VN വാസവന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് കുമരകം പഞ്ചായത്ത്. വിവരങ്ങൾ നൽകാൻ ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു BJP-യുടെയോ STP-യുടെയോ വോട്ട് വാങ്ങി ഞങ്ങൾ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഭരണം ഏറ്റെടുക്കില്ല എന്ന്. അതിന് വിരുദ്ധമായിട്ടാണോ ഇപ്പോൾ കുമരകത്ത് UDF വിജയിച്ചിരിക്കുന്നത്? നൗഫൽ, പരമ്പരാഗത ഇടത് കോട്ടയായ കുമരകത്ത് വലിയ അട്ടിമറിയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP പിന്തുണ UDF-ന് നൽകിയെ തുടർന്ന് UDF-ന്റെ സ്വതന്ത്ര അംഗം നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. AP ഗോപിയാണ് സ്വതന്ത്ര അംഗം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ LDF-ന് 8 അംഗങ്ങളും UDF-ന് സ്വതന്ത്ര ഉൾപ്പെടെ 5 അംഗങ്ങളും BJP-ക്ക് 3 അംഗങ്ങളും ഉണ്ടായിരുന്നു. BJP-യുടെ പിന്തുണ UDF-ന് ലഭിച്ചതോടുകൂടി അങ്ങനെ 8-8 സമാസമത്തിലെത്തി. അങ്ങനെ ഒടുവിൽ ടോസ് ചെയ്യുകയും അനുകൂലമായി UDF-ന് അനുകൂലമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വിജയിക്കുകയുമായിരുന്നു. എന്തായാലും വലിയ നാടകീയ സംഭവങ്ങളാണ് ഇവിടെ നടന്നത്. മന്ത്രി VN വാസവന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് കുമരകം പഞ്ചായത്ത്. ആ നിലയ്ക്ക് കുമരകത്ത് ഇത്തരത്തിലൊരു അട്ടിമറി വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുമരകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ BJP പിന്തുണയോടുകൂടി UDF വിജയിച്ചു എന്നുള്ളത് ശരി. ഇനി UDF ആ വിജയം ഏറ്റെടുക്കുന്നുണ്ടോ? പ്രസിഡന്റായി തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്താണ് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു? മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ മുതിർന്ന നേതാവുമായ ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? CPM-നെ അട്ടിമറിക്കാനായി BJP-യും കോൺഗ്രസും കൈകോർക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കുമരകത്ത് LDF-നാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത്. കുമരകത്തെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത് LDF തന്നെ അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് അധികാരം കിട്ടുന്നതിന് വേണ്ടി ഏത് വർഗീയ ശക്തിയെയും കൂട്ടുപിടിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അത് BJP-യുടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അതിന് ശക്തമായ രീതിയിൽ LDF എന്നുള്ള നിലയിൽ ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കുമരകത്തെ ജനങ്ങളെ ആകെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP-യും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശക്തമായ പ്രതിഷേധം LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. ഒരു സ്വതന്ത്ര അംഗമാണ് അവരുടെ പിന്തുണ ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് തെറ്റില്ല എന്നാണ് UDF പറയുന്നത്. UDF-ന്റെ സ്വതന്ത്ര അംഗമാണ്. UDF-ന്റെ പാനലിൽ UDF-ന്റെ നോട്ടീസിലൊക്കെ ഈ അംഗത്തിന്റെ പേരുണ്ട്. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിച്ചത്. UDF-ന്റെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് കരുതുന്നത് LDF ആണ് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. കള്ളക്കൂട്ടുകെട്ടാണ്, അവിശുദ്ധ കൂട്ടുകെട്ടാണ് കുമരകം പഞ്ചായത്തിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നതെന്നുള്ള പ്രതികരണമാണ് LDF നേതാക്കൾ നൽകുന്നത്. UDF-ന്റെ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് കരുതുന്നു.